മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാദിരസൈവം ഹാ തത്വം വേത്തി കോപി ന. അനുകമ്പ ആത്മദർശനമാക്കി അപരന് സുഖദായകമായി അദ്വൈതാശ്രമത്തിൽ ഗുരുദേവനാൽ സർവമത സമ്മേളനം. അനുകമ്പ ആത്മദർശനമാക്കി അപരന് സുഖദായകമായി അദ്വൈതാശ്രമത്തിൽ ഗുരുദേവനാൽ സർവമത സമ്മേളനം. ഗുരുവിൻ്റെ ആത്മോപദേശങ്ങൾ ഗുണമേറും സനാതന സത്യങ്ങൾ. ഗുരുവിൻ്റെ ആത്മോപദേശങ്ങൾ ഗുണമേറും സനാതന സത്യങ്ങൾ. മനുഷ്യനു ജാതി മനുഷ്യത്വം മാത്രമെന്നോദിയ ഗുരുവിനായി സ്തുതികൾ. മനുഷ്യനു ജാതി മനുഷ്യത്വം മാത്രമെന്നോദിയ ഗുരുവിനായി സ്തുതികൾ. ശ്രീനാരായണ ഗുരുദേവ അനുകമ്പാത്മദർശനമാക്കി അപരന് സുഖദായകമായി അദ്വൈതാശ്രമത്തിൽ ഗുരുദേവനാൽ സർവമത സമ്മേളനം. ഹൃദയങ്ങൾ നിറയും സംഗീതം മനസ്സിലായി തെളിയും വിശ്വദർശനം. ഹൃദയങ്ങൾ നിറയും. പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്രൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ ഈ സദസ്സിനുള്ള അനുശോചനം രേഖപ്പെടുത്താനായി നമുക്ക് 2 നിമിഷം എഴുന്നേറ്റ് നിന്ന് മോളെ. ജീവിതപാതയിൽ കുറെ യാഥാർത്ഥ്യങ്ങൾ വഴിമുടക്കി നിൽക്കുമ്പോൾ സ്വദേശത്തെ മനസ്സില്ലാ മനസ്സോടെ പിരിയാൻ നിർബന്ധിതരാകുന്നവർ മറുനാട്ടിലെ യാത്രികരെയും വിപരീത ജീവിത സാഹചര്യങ്ങളിൽ തങ്ങളുടെ സർഗാത്മകതയെ മാറോടണയ്ക്കുന്നത് നാം കാണുന്നു. മലയാളിയുടെ വാക്യാന്വേഷണ കേന്ദ്രങ്ങളിലൊന്നായ ഡൽഹിയിലും ഇത്തരത്തിലുള്ള
പ്രതിഭകളുടെ കുതിച്ചുചാട്ടം എന്നും കണ്ടുപോന്നിട്ടുണ്ട്. ഇന്നും അത് പൂർവാധികം ശക്തിയോടെ പ്രകടവുമാണ്. ഡൽഹിയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പങ്ക് ഇക്കാര്യത്തിൽ പ്രശംസനീയമാണ്. ഡൽഹിയിൽ ഇതുപോലുള്ള അനേകം കലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് സ്നേഹസംഘം. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന മ്യൂസിക്കൽ ഓഡിയോ ആൽബമായ ഗുരുസ്നേഹസാഗരത്തിന്റെയും കവിതാ സമാഹാരമായ കാവ്യനിലാവിന്റെയും പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് സർഗപ്രതിഭകളുടെ കൂട്ടുകെട്ടിന് സ്നേഹവായ്പ ചൊരിഞ്ഞത് സ്നേഹസംഘമാണ്. സ്നേഹസംഗമത്തിന്റെയും സംഗീത തൽപരരുടെയും കഠിനാധ്വാനത്തിനും നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങായി ടൂൺ ആർട്സ് ഇന്ത്യ എന്നിവിടെ ഡൽഹി മലയാളികൾക്കാകമാനം അഭിമാനിക്കാവുന്ന സംരംഭങ്ങളുടെ പ്രകാശന കർമ്മത്തിന് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ ആസ്ഥാനങ്ങളുള്ള ടൂൺ ആർട്സ് ഇന്ത്യയിലെ മികച്ച സർഗ സാന്നിധ്യങ്ങളെ കണ്ടെടുക്കുന്നതിന് വേദിയൊരുക്കുന്നു. ചിത്രകല, കാർട്ടൂൺ, പുസ്തക പ്രകാശനം എന്നീ മേഖലകളിൽ ഇതിനകം സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെക്കാൻ പ്രശസ്ത കഥാകാരി ശ്രീകുമാരി രാമചന്ദ്രൻ ചെയർപേഴ്സണായിട്ടുള്ള ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ ആഹ്ലാദ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്ന സഹൃദയർക്ക് സ്വാഗതമരുളുവാനായി ടൂൺ ആർട്സ് ഇന്ത്യയുടെ സാരഥികളിൽ ഒരാളായ കാർട്ടൂണിസ്റ്റ് ശ്രീ സുധീർ നാഥനെ ക്ഷണിക്കുന്നു. വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു താങ്ങായി എപ്പോഴും നിന്നിട്ടുള്ള ടൂൺ ആർട്സ് ഇന്ത്യക്ക് ഇന്ന് ഡൽഹിയിലെ കലാകാരന്മാരുടെ ഈ കവിതാ സമാഹാരവും അതുപോലെ തന്നെ ഒരു സംഗീത ആൽബവും പുറത്തിറക്കുന്ന ഈ പ്രകാശന കർമ്മത്തിന് ആതിഥ്യം വഹിക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനം. ആദ്യമായി ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ മാധവ് നായർ സാറിനെ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ടൂൺ ആർട്സിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഓഡിയോ കാസറ്റിന്റെയും CD-യുടെയും പ്രകാശനം നിർവഹിക്കുന്നത് എല്ലാവർക്കും പരിചിതനായ ശ്രീ ജയകുമാർ സാറാണ്. ചന്ദന ലേപസുഗന്ധം വിതറുന്ന അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. സംഗീത ആൽബവും കവിതാ സമാഹാരവും പ്രകാശനം ചെയ്യുന്ന കർമ്മത്തിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട MP TK ഹംസ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഗീതത്തോടുള്ള ബന്ധമെന്തെന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ടൂൺ ആർട്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തന്നെ ഇതേ വേദിയിൽ ഞങ്ങൾ ഒരുക്കുന്ന മാപ്പിള സന്ധ്യയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അദ്ദേഹം ഒരു മാപ്പിള പാട്ടിന്റെ മാപ്പിള സാഹിത്യത്തിന്റെ ഒരു പണ്ഡിതൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുവാനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ടൂൺ ആർട്സ് ഇന്ത്യയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അജിത് കുമാർ, അദ്ദേഹം കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ഓഫീസറാണ്. സർവോപരി ഒരു സാഹിത്യകാരനും കൂടിയായ അദ്ദേഹം ഈ ചടങ്ങിന് ആശംസകൾ നേടാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും സഹൃദയർക്കും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും എല്ലാവരെയും ഞാൻ ഓരോരുത്തരായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
ഗുരുസ്നേഹ സഹകരണത്തെ കുറിച്ച് അല്പം. അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും കേരളീയരുടെ മാറാല പിടിച്ചു കിടന്ന മസ്തിഷ്കത്തിലേക്ക് പുത്തൻ വെളിച്ചത്തിന്റെ തീപ്പരികൾ വർഷിച്ച ചിന്തകനായ ഗുരുവിന്റെ മനുഷ്യസ്നേഹ മന്ത്രങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഗുരുസ്നേഹ സാഗരം. കരുണയും സ്നേഹവും അകറ്റി നിർത്തപ്പെടുന്ന ഇന്നത്തെ സമൂഹ മനസാക്ഷിയോടുള്ള സ്നേഹത്തിലും ശാന്തിയിലും ഊന്നി നിൽക്കുന്ന കാഴ്ചപ്പാടിന്റെ സംഗീതാത്മകമായ സ്വാന്തനം കൂടിയാണ് ഗുരുസ്നേഹ സാഗരം. രവി മേനോൻ, നസീർ സിനാലയം, അർജുനൻ കിഴക്കരേല കൂട്ടുകെട്ടിന്റെ വർഷങ്ങളായുള്ള സൗഹൃദവും സംഗീത സബരിയുമാണ് ഇത്തരമൊരു സാഹസിക സംഗീത സംരംഭത്തിന് നാന്ദി കുറിച്ചത്. യൂണിസെഫിൽ ജോലി നോക്കുന്ന ശ്രീ രവി മേനോൻ സംഗീത തൽപരനും സഹൃദയനുമാണ്. അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി പ്രേമലത മേനോൻ കൊട്ടാപ്പുറത്താണ് ഈ മ്യൂസിക്കൽ ആൽബത്തിന്റെ നിർമ്മാതാവ്. ഡൽഹി മലയാളികൾക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത യുവപ്രതിഭയായ ശ്രീ നസീർ സിനാലയമാണ് ഈ ആൽബത്തിലെ 8 ഗാനങ്ങളുടെ രചയിതാവ്. തൃശൂർ സ്വദേശിയായ നസീർ കുട്ടിക്കാലം മുതലേ സംഗീതം, നാടകം, സാഹിത്യം എന്നീ മേഖലകളിലേക്ക് ആകർഷണമായിരുന്നു. നിരവധി നാടകങ്ങൾ രചിക്കുകയും സുപ്രധാന റോളുകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കവി കൂടിയായ നസീർ സിനാലയം മോചനം എന്ന ടെലിവിഷൻ സീരിയലിന് വേണ്ടി ടൈറ്റിൽ ഗാനവും എഴുതിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന നാരായൺ സാഹിത്യ മാസികയുടെ സഹപത്രാധിപർ കൂടിയാണ് ഇദ്ദേഹം. അത്തച്ചമയം എന്ന ദൂരദർശൻ പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ പ്രധാന ആസൂത്രകനായിരുന്നു. ഈ ആൽബത്തിലെ അർത്ഥസമ്പുഷ്ടവും സംഗീത സാന്ദ്രവുമായ 2 ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ശ്രീ കൊട്ടാരത്തിൽ നരേന്ദ്രനാണ്. കവി എന്ന നിലയിൽ ഡൽഹി മലയാളികളുടെ ഇടയിലും സമകാലിക പ്രസിദ്ധീകരണങ്ങളുടെ വായനക്കാർക്കിടയിലും സുപരിചിതനാണ് ഹാസ്യത്തിന്റെ ഉപാസകനായ ശ്രീ കൊട്ടാരത്തിൽ നരേന്ദ്രൻ. ഗുരുവിന്റെ സ്നേഹമന്ത്രങ്ങളോടും ജീവിത തത്വങ്ങളോടും പ്രതിപത്തിയുള്ള ഇദ്ദേഹം ഗുരുനാമ കീർത്തനം രചിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗുരുസ്നേഹ സാഗരത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ശ്രീ അർജുനൻ കിഴക്കനേലയാണ്. 14 വർഷത്തോളമായി ഡൽഹിയിൽ സംഗീതാധ്യാപകനായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം തിരുവനന്തപുരം സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ നിന്ന് ഗാനഭൂഷണം നേടിയിട്ടുണ്ട്. അത്തച്ചമയം, മധുരഗീതങ്ങൾ, ദശപുഷ്പം എന്നിങ്ങനെ നിരവധി പരിപാടികളുടെ സംഗീത സംവിധായകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശിഷ്യയായ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അപർണ രഞ്ജിത്ത് ഗുരുസ്നേഹ സാഗരത്തിൽ 2 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് മിനി ദമ്പതികളുടെ പുത്രിയായ അപർണ ഭാവി മലയാളത്തിലെ സംഗീത വിരുന്നുകൾക്ക് മുതൽക്കൂട്ടാവും. മലയാളത്തിലെ പ്രശസ്ത ഗായകർ MG ശ്രീകുമാർ, KG മാർക്കോസ്, മധു ബാലകൃഷ്ണൻ, രാധിക തിലക്, ദലിമ എന്നിവരോടൊപ്പം ഉയർന്നു വരുന്ന യുവഗായക പ്രതിഭകളായ രമേശ് മുരളി, സുദീപ് കുമാർ, അനൂപ് എന്നിവരും ഡൽഹിയിലെ യുവപ്രതിഭ ബേബി അപർണയും ഗാനങ്ങൾ ആലപിക്കുന്നു. ഗുരുസ്നേഹ സാഗരത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനായി പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ K ജയകുമാർ IAS ക്ഷണിച്ചു. ഈ ആൽബം ഏറ്റുവാങ്ങുന്നത് ശ്രീ TK ഹംസ MP ആണ്. ജാതിരാരോ നിരുപ്യതേ നിരുപ്യതേ. ആദരണീയനായ MB TK ഹംസ, അജിത് കുമാർ, എൻ്റെ മുന്നിലുള്ള സന്തുഷ്ടമായ സദസ്യരെ, സുഹൃത്തുക്കളെ, ഈ ലളിതമെങ്കിലും ഭംഗിയുള്ള ഈ ചടങ്ങിലേക്ക്
എന്നെ ക്ഷണിച്ചതിൽ ഞാനിതിൻ്റെ സംഘാടകരോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിലെ എല്ലാ ഗാനങ്ങളും വളരെ കൃത്യമായി കേട്ടു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇതിലെ ഗാനങ്ങൾ ഞാൻ കേട്ടു. നേരത്തെ CD തന്നതുകൊണ്ട് ഇതിലെ ഗാനങ്ങളെല്ലാം ഒരു വട്ടം കേൾക്കുവാൻ എനിക്ക് സാധിക്കും. ഒരു CD പ്രകാശന ചടങ്ങിൽ കേൾക്കേണ്ടത് അതിലെ പാട്ടുകളാണ്. പാട്ടുകളെ പറ്റിയുള്ള പ്രസംഗമല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ പ്രഭാഷണം ഇതിനെപ്പറ്റി നടത്താൻ ആഗ്രഹിക്കുന്നു. 2-3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, ഇത്തരമൊരു സംരംഭത്തിന് മുന്നോട്ടിറങ്ങിയ ഇതിൻ്റെ എല്ലാ ശില്പികളെയും, ഇതിൻ്റെ ഗാനരചയിതാവിനെയും, ഇതിൻ്റെ ഗാനരചയിതാക്കളെയും, ഇതിൻ്റെ സംഗീത സംവിധായകനെയും, പ്രത്യേകിച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായി മുമ്പോട്ട് വന്ന ആളുകളെയും ഞാൻ വളരെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനൊരു കാസറ്റും CD-യും പുറത്തിറങ്ങുമ്പോൾ ഇതിലെ പ്രമേയം എത്ര തന്നെ പ്രസക്തവും പ്രധാനപ്പെട്ടതുമാണെങ്കിലും ഇത് വിറ്റഴിഞ്ഞു പോവുക എന്ന ഒരു വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ആ വെല്ലുവിളിയിൽ നമ്മൾ വിജയിക്കുമോ ഇല്ലയോ എന്ന് ആലോചിക്കാതെ ഇതിലെ പ്രമേയത്തിന്റെ സവിശേഷത കണക്കിലെടുത്തുകൊണ്ട്, ഇതിലെ പ്രമേയത്തിന്റെ പ്രസക്തി കണക്കിലെടുത്തുകൊണ്ട്, ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് ഇപ്പോൾ ഇറക്കി വിടേണ്ട ഒരു സംഗീതമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ച, ഇതുമായി സഹകരിച്ച എല്ലാവരെയും അഭിനന്ദിക്കുക മാത്രമാണ് എനിക്ക് ചെയ്യുവാൻ. അതോടൊപ്പം തന്നെ പറയേണ്ടതായിട്ടുള്ള മറ്റൊന്ന്, ഒരു ഗാനരചയിതാവ് എന്നുള്ളതിലേക്കാണ് ഞാനത് പറയുന്നത്. ഞാൻ ഗുരുദേവനെ കുറിച്ച് ഒരു 10-12 പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാസറ്റ് ആയില്ല, അത് കാസറ്റ് ആക്കാൻ വേണ്ടി ചെയ്തതുമല്ല, എഴുതണമെന്ന് തോന്നി എഴുതിയതാണ്. ഇത് ഇനിയും കാര്യങ്ങൾ എഴുതാം. കാരണം ചില പ്രമേയങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് എഴുതാൻ സാധിക്കും. അതേസമയത്ത് ചില പ്രമേയങ്ങൾ, ഇത് ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ളതിലേക്ക് പറയുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റി എൻ്റെ ഒരു കാസറ്റ് ഉണ്ട്, കുസൃതിക്കട എന്ന് പറയുന്നത്. അതിനകത്ത് 12 പാട്ടോ മറ്റോ. ഇനി വേണമെങ്കിലും 12 പാട്ടോ പിന്നെ ഒരു 20 പാട്ടോ വേണമെങ്കിൽ കൃഷ്ണനെ കുറിച്ച് എഴുതാം. എന്നാൽ ഒരു കാസറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശിവസ്തുതികൾ എഴുതാൻ പറഞ്ഞാല് എന്നെ കൊണ്ട് അത് സാധിക്കുകയില്ല. ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടു. ചില പ്രമേയങ്ങൾ അങ്ങനെയാണ്, അത് സാധിക്കുകയില്ല. പ്രണയത്തെ പറ്റി വേണമെങ്കിൽ 1001 പാട്ട് എഴുതാം, വളരെ എളുപ്പമാണ്. ഒരു പ്രണയികമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ നമുക്ക് പ്രണയത്തെ പറ്റി എഴുതിക്കൊണ്ടേയിരിക്കാം. എന്നാൽ ഗുരുദേവനെ കുറിച്ച് 10-12 പാട്ടുകൾ എഴുതുവാൻ തീരുമാനിക്കുമ്പോൾ ആ എഴുത്തുകാരൻ നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്നുള്ള വാക്കല്ല, ചില സമസ്യകളുണ്ട്. അയാൾ നേരിടുന്ന ചില കൊച്ചു വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഈ പ്രമേയത്തിന്റെ ആരെക്കുറിച്ചാണോ എഴുതുന്നത് ആ എഴുതുന്ന വ്യക്തിയുടെ സാന്ദ്രത, അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ പ്രചാരവും പ്രാധാന്യവും ഗഹനതയും ഒട്ടും ചോർന്നു പോകാതെ ഒരു ഗാനത്തിന്റെ ശില്പത്തിൽ ഒതുക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. മാത്രവുമല്ല, അപ്പോൾ സംഭവിക്കാവുന്ന ഒരു വലിയ അപകടവുമുണ്ട്. ഈ പാട്ടിന്റെ ഒരു ശില്പത്തിനുള്ളിൽ ഒതുക്കി തീർക്കാൻ വേണ്ടി ഏറ്റവും ഗഹനമായ മനോഹരമായ ഒരാശയത്തെ പിടിച്ച് അതിനെ ഏറ്റവും ലളിതമാക്കി, അങ്ങേയറ്റം ലളിതമാക്കി, അതിന്റെ ആർജവം നഷ്ടപ്പെടുന്ന രീതിയിൽ ലളിതമാക്കി ഒരു പാട്ട് എഴുതാൻ എളുപ്പമാണ്. അതാണ് സാധാരണ ഗാനരചയിതാക്കൾക്ക് പറ്റിപ്പോകുന്ന അബദ്ധവും. ഇവർ ഭക്തിഗാനങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഇതാണോ ഈശ്വരൻ എന്ന് നമുക്ക് തോന്നിപ്പോകത്തക്ക രീതിയിൽ ഉള്ള ഈ ഭക്തിഗാനങ്ങൾ വിറ്റുപോവുകയും ചെയ്ത മറ്റൊരു കാര്യം. പക്ഷെ ഇവിടെ ഗുരുദേവന്റെ ആശയങ്ങളുടെ വിശുദ്ധി, ഗഹനത, പ്രസക്തി, അതിന്റെ വിശുദ്ധി ഒന്നും നഷ്ടപ്പെടാതെ അതിനനുരൂപമായ ഡിക്ഷൻ, അതിന്റെ വാക്കുകൾ, അതിനനുരൂപമായ ഭാഷയിൽ അതിന്റെ ആർജവം ചോർന്നു പോകാതെ ആവിഷ്കരിക്കുവാൻ ഇതിലെ ഗാനങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ചെറിയ കാര്യമല്ല, അത് എഴുതി നോക്കുമ്പോഴേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയും. ഇപ്പൊ ഒരു ജാതി ഒരു മതം എന്നുള്ള ആ വാക്ക് ഏറ്റവും ലളിതമായി എല്ലാവർക്കും അറിയാവുന്ന ഈ വാക്യം പോലും, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് ഒരു പാട്ട് തുടങ്ങാൻ പറ്റിയതാണ്. പക്ഷെ ഈ 4 വരിക്ക് അപ്പുറം എഴുതും. ആദ്യത്തെ 2 വരി എഴുതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ, നല്ലത് ഗുരുവചനം. അടുത്ത വരി എന്താണ് പറയാൻ പോകുന്നത്? ഗുരു പറഞ്ഞതിൽ നിന്നും അതീതമായി വല്ലതും പറയാനുണ്ടോ ഈ എഴുത്തുകാരന്? അവിടെയാണ്
ഒരു എഴുത്തുകാരന്റെ കൽപ്പനാ വൈഭവത്തിന്റെ സവിശേഷത കൂടി കൊടുക്കുക. ഇത് ശ്രോതാവിന് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ സാധിക്കാത്തതും എന്നാൽ ഗ്രഹിക്കേണ്ടതുമായ ഇതിലെ അന്തരാർത്ഥത്തെ അതിന്റെ ഇഴകൾക്കുള്ളിൽ കിടന്ന് തന്റേതാക്കി മാറ്റി ഈ ആശയവുമായിട്ട് ചേർന്നു പോകുന്ന ഭാഷാ ശുദ്ധിയോടുകൂടി ആവിഷ്കരിക്കുക എന്ന അങ്ങേയറ്റം ശ്രമകരമായ എന്നാൽ ശ്രമകരവും അങ്ങേയറ്റം മധുരോദാരവുമായിട്ടുള്ള ഒരു ദൗത്യം ഇതിലെ രചയിതാക്കൾ നിർവഹിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എത്ര നല്ല വരികൾ എഴുതി കൊടുത്താലും ഒറ്റ ട്യൂണ് പോയാൽ മതി അത് നമ്മുടെ ലജ്ജാവലികളാക്കി മാറ്റാൻ ആ ഔചിത്യവും മനോധർമ്മവും ഇതിലെ സംഗീത സംവിധായകരും വീക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാസറ്റിന്റെ അല്ലെങ്കിൽ ഈ CD-യുടെ ഒരു പ്രത്യേകതയായി വിജയമായി എനിക്ക് തോന്നുന്നു. കൈപ്പിഴ വന്നാൽ അങ്ങേയറ്റം വിമർശനം ഏറ്റുവാങ്ങാവുന്ന ഒരു വിഷയത്തെ അഭിമാനകരമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ഈ ഒരു മനോജ്ഞമായ കർമ്മം നിർവഹിക്കുവാൻ മുമ്പോട്ടിറങ്ങിയ ഇതിന്റെ ശില്പികളെ, ഇതിന്റെ ഗാനരചയിതാക്കളെയും അതുപോലെ തന്നെ സംഗീത സംവിധായകരെയും ഇതിന്റെ ഗായകരെയും ഇതിന്റെ പ്രൊഡ്യൂസറെയും ഇതിനെ ഒത്താശ ചെയ്തു കൊടുത്ത ട്യൂൺസ് ഇന്ത്യക്കാരെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ പവിത്രമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. മധു ബാലകൃഷ്ണൻ ആലപിച്ച കൊട്ടാരത്തിൽ നരേന്ദ്രൻ രചിച്ച ഒരു ഗാനം ശ്രദ്ധിക്കാം. പരിവർത്തനത്തിൻ്റെ രണഭേരിയായി തീർന്ന ഗുരുദേവ വചനങ്ങളിൽ പരിവർത്തനത്തിൻ്റെ രണഭേരിയായി തീർന്ന ഗുരുദേവ വചനങ്ങളിൽ പരിവർത്തനത്തിൻ്റെ രണഭേരിയായി തീർന്ന ഗുരുദേവ വചനങ്ങളിൽ അഭിരമിച്ചിടുമ്പോൾ എൻ മനം നുകരുന്നു അതിധന്യമാമൊരു രാഗം. അഭിരമിച്ചിടുമ്പോൾ എൻ മനം നുകരുന്നു അതിധന്യമാമൊരു രാഗം. രാഗം രാഗം പരിവർത്തനത്തിൻ്റെ രണഭേരിയായി തീർന്ന ഗുരുദേവ വചനങ്ങളിൽ. അടുത്തതായി കാവ്യനിലാവിനെ കുറിച്ച് മനസ്സിൽ കവിതകൾ കോറിയിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുവസാഹിത്യ പ്രതിഭകളെ കോർത്തിണക്കിക്കൊണ്ട് സ്നേഹസംഘം കാഴ്ചവെക്കുന്ന കാവ്യനിധിയാണ് കാവ്യനിലാവ്. 53 കവികൾ ഈ സമാഹാരത്തിൽ അണിനിരക്കുന്നു. യുവപ്രതിഭകളുടെ കൂട്ടായ്മയുടെ കരുത്ത് ഈ പ്രതിഭാസംഗമത്തിൽ കാണാവുന്നതാണ്. അവതാരികയിൽ ഡോക്ടർ അകവൂർ നാരായണൻ പറയുന്നു, ഹൃദയത്തിലേക്ക് നോക്കി എഴുതുന്ന ഒരു തലമുറയെയാണ് ഞാനിതിൽ കണ്ടത്. മനുഷ്യ മനസ്സുകളുടെ താളവും മേളവും മോഹവും മോഹഭംഗങ്ങളും പുത്തൻ ആവിഷ്കാര രീതിയിലൂടെ കുറിച്ചിടുവാനുള്ള ചില ശ്രമങ്ങളെങ്കിലും കാവ്യനിലാവിൽ പ്രകടമാണ്. നാളെയുടെ പ്രതീക്ഷയാകാൻ സാധ്യതയുള്ള യുവകവികളെ
ഈ കൊച്ചു സമാഹാരത്തിൽ കണ്ടുകൊണ്ടാണ്. ഓരോ പൂക്കൾ വിരിയുമ്പോഴും അവയിലൊരു സംഗീതമുണ്ട്. അത് കരുവാളിക്കുമ്പോൾ ഒരു കഥനമുണ്ട്. തളിർക്കുന്ന ചില്ലയ്ക്കൊരു താളമുണ്ട്. അവ ചില്ലകളിൽ നിന്ന് വേർപെട്ട് പൃഥ്വിയുടെ പ്രതലത്തിലേക്ക് നിപതിക്കുമ്പോഴുമുണ്ട് ഒരു നിശബ്ദ വേദനയുടെ താളം. അഹം ജ്ഞാനാസ്മി എന്ന് ചിന്തിക്കാത്ത മനസ്സുള്ള കുറെ പ്രതിഭകളാണ് ഈ സമാഹാരത്തിൽ കൂടുതലായി നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ശ്രീ കൊട്ടാരത്തിൽ നരേന്ദ്രൻ തന്റെ പഠനത്തിൽ പറയുന്നു. കാവ്യനിലാവിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനായി ആരാധ്യനായ ശ്രീ DK ഹംസ MP. സഹോദരി സഹോദരൻ, ഞാൻ ഈ ചടങ്ങിൽ അപ്രതീക്ഷിതമായിട്ടാണ് പങ്കെടുക്കാൻ വന്നത്. കാസറ്റിൻ്റെയും കാവ്യനിലാവ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെയും ബന്ധപ്പെട്ടവർ ഒരു സൗഹാർദ്ദ സംഭാഷണം എന്ന നിലയിൽ വന്നു ചേർന്നതാണ് എൻ്റെ. അങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കവിതയും കഥയും ഒക്കെ വിഷയം. അപ്പൊ ഇങ്ങനെ ഒരു ചടങ്ങ് അതിന് വരണം എന്നാണ്. അത് റിലീസ് ചെയ്യുന്നത് ജയകുമാർ സെക്രട്ടറി എന്നാണ് എൻ്റെ അറിവ്. വളരെ കാലത്തെ പരിചയക്കാരാണ് ഞങ്ങൾ. ഞാൻ 10-15 കൊല്ലം മുമ്പ് കേരളത്തിലെ ഒരു മന്ത്രിയായി. അന്ന് അദ്ദേഹം കോഴിക്കോട് ജില്ലാ കലക്ടറാണ്. അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത് ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊരു സംഭാവന തന്നത് ഒരു പുസ്തകം, ഒറ്റപ്പെട്ടവരുടെ പാട്ട്, അദ്ദേഹം എഴുതിയതായിരുന്നു. അപ്പൊ ഞാനൊരു പാട്ടിന്റെ തൽപരനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാതെ ഇവർക്ക് മനസ്സിലായപ്പോഴാണ് എന്നെ ഈ കൂട്ടത്തിൽ വിളിച്ചത്. അതുകൊണ്ട് പണ്ഡിതത്വം പറയേണ്ടിയില്ല. സുകുമാര സാർ അത് കിട്ടുന്നുണ്ട്. ഞാനും പാസ്സായ ആളാണ് വർക്ക് ചെയ്യുക. പക്ഷെ നിയമപണ്ഡിതൻ. അതുപോലെ സാഹിത്യത്തിലും കലയിലും ഒക്കെ ഒരു വാസന, വായിക്കാനും പഠിക്കാനും കേൾക്കാനും ഒക്കെ. അങ്ങനെയാണ് ചിലപ്പോൾ ചില സദസ്സുകളിലൊക്കെ വന്ന് കേൾവിക്കാരനായി ബന്ധുവായി. ആ നിലയിൽ മാത്രം എന്നെ കണ്ടാൽ മതി. ഞാൻ കവിതകൾ വായിക്കാനും കഥകൾ പഠിക്കാനും ഒക്കെ ഒരു ശ്രമം നടത്തുന്ന ആളാണ്. വെറും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല. രാഷ്ട്രീയം എനിക്ക് 2ാം സ്ഥാനമാണ്. പക്ഷെ 1ാം സ്ഥാനത്ത് എത്തിപ്പോയി. ഇതിലേക്ക് ഉന്തി തള്ളി അങ്ങനെ വന്ന് 1ാം സ്ഥാനത്ത് രാഷ്ട്രീയത്തിലാണ്. മറ്റു കാര്യങ്ങൾക്ക് 2ാം സ്ഥാനം. എന്നാൽ പലപ്പോഴും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇത് പഠിക്കാൻ നോക്കാം. എനിക്കിതിനെ സംബന്ധിച്ച് ഒന്നേ പറയാം. കവിതകളും കഥകളും എന്ത് തന്നെ സാഹിത്യ സൃഷ്ടി എന്ത് തന്നെ ആയിരുന്നാലും അനുവാചകന്റെ ഹൃദയത്തിൽ ഒരു അനുഭൂതി ഉണ്ടാകുന്ന സൃഷ്ടികളെ കലാരംഗത്തെ എക്കാലത്തും ജീവിച്ചിരിക്കും. ജീവൻ അതിനാണുണ്ടാകും. അതിലേക്കുള്ള ഒരു ശ്രമമാണ് എല്ലാ കലാകാരന്മാരും, എല്ലാ എഴുത്തുകാരും, കഥാകൃത്തായാലും കവിത എഴുതുന്ന കവികളായാലും ഒക്കെ. ഇതിലെ 10-53 ആളുകൾ ഞങ്ങളിപ്പോൾ പറയായിരുന്നു എഴുതിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിലുള്ളത് കവിതാരൂപത്തിൽ എഴുതി പ്രസിദ്ധീകരണത്തിന് വന്നല്ലോ. ഇനി എഴുതി തെളിഞ്ഞു വരണം. അങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് ഒരാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. എല്ലാവരുടെ ഹൃദയത്തിലും ഓരോ കലാബോധം ഒളിഞ്ഞു കിടപ്പില്ല. ചില സന്നിഗ്ധ ഘട്ടങ്ങളിലാണ് അത് പുറത്തുവിടുക. എല്ലാം കലയാണ് എന്ന് പറഞ്ഞുകൂടാ. വിഷയങ്ങളങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു പോയാൽ അതിനൊരു കലാപരമായിട്ടുള്ള ആവരണമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അത് കലയാവുന്നത് എപ്പോഴാണ്? ഒരു അസാധാരണത്വത്തിന്റെ ആവരണം അണിയിച്ച് ജനഹൃദയത്തിൽ അനുഭൂതി ഉണ്ടാക്കത്തക്ക വിധത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് കലാപരങ്ങൾ ഉണ്ടാവുക. അപ്പോ ഗുരുദേവനെ കുറിച്ചുള്ള പാട്ട് കുറച്ച് ശാസ്ത്രീയ സംഗീതവും
കുറച്ച് അതിനെക്കുറിച്ചുള്ള ബോധവും വിവരവും ഉള്ളവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. ആ നിലക്ക് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയും. പക്ഷെ എല്ലാവർക്കും ആസ്വദിക്കുന്ന വെറും ജനകീയമായിട്ട് കവിതയും പാട്ടുമൊക്കെ ഉണ്ടായാൽ മതിയോ എന്നാലോചിക്കുമ്പോൾ അത് പോരാ എന്ന അഭിപ്രായമാണ്. അപ്പൊ ആ നിലക്ക് സാധാരണ ജനങ്ങളാണ് ഇത് കേട്ട് ആകർഷണം ഉണ്ടാവുന്നത്. അതിനുതകുന്ന വിധത്തിലുള്ള പാട്ടുകളും കവിതകളും. എന്നാൽ ഇന്ന് ആധുനിക കവിതകൾ, ഉത്തരാധുനിക കവികൾ, ഇങ്ങനെ കവിതകളൊക്കെ വന്ന് അങ്ങനെ പോകുന്നു. അതിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസം ആ കാര്യത്തിലുണ്ട്. കുറച്ചുകൂടി അതിൻ്റെ നിയമങ്ങളും പഴയകാല അതിൻ്റെ നടപടി ചട്ടങ്ങളുമൊക്കെ അനുവർത്തിച്ചു പോരുന്ന കവിതകളാണ് ജീവസ്ഥുള്ളത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എത്രായിരം കോപ്പി അച്ചടിച്ചു ചങ്ങമ്പുഴയുടെ രമണനും വാഴപ്പുഴയും, എത്രയോ ലക്ഷക്കണക്കിന് കോപ്പി അടിച്ചു. ഇപ്പോഴും നമ്മുടെ നാക്കിന്റെ തുമ്പത്തി പാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാൻ നമുക്ക് തോന്നുകയാണ്. എത്ര പാടിയാലും വലിയ പാട്ടുകൾ. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മഴയുടെ മാടവും പൂക്കൾ ചൂടി. അതിങ്ങനെ എന്നും അവസാനം ആ വാഴക്കുല വെട്ടിക്കൊണ്ടു പോകാൻ തമ്പുരാന്റെ കാര്യത്തിൽ മണവാളുമായി വന്നപ്പോൾ പൊലേത്തി തമ്പുരാന്റെ കായ്ക്കൽ വീണു. കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്തു. ആ മുഖത്ത് പുറങ്കാല് കൊണ്ട് തട്ടി തമ്പുരാന്റെ കാര്യത്തിൽ വാഴക്കുല വെട്ടിക്കൊണ്ടു. അപ്പോഴും മറിയപ്പുലിയൻ സമാധാനിപ്പിക്കുകയാണ്. അതിന്റെ ആ ഒരു തന്മയത്വവും അതിന്റെ ആ ഒരു നൈസർഗികമായ അവതരണ സംവിധാനം അത് ആലോചിക്കപ്പെടാം. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ വേറെ ഞാൻ നിങ്ങൾക്കായി. ആ തമ്പുരാന്റെ കൽപ്പന വേറെ ഒരു വാഴ വെച്ച് തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വേറെ വാഴ വെച്ച് അതും കൊണ്ടുപോകില്ലേ, അല്ലെങ്കിൽ വെക്കാൻ അനുവാദമുണ്ടോ? എന്നിട്ടും ഒരു സമാധാനിപ്പിക്കുന്ന ആ സ്വതസിദ്ധമായ ഇത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മറിയപ്പുലിയന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീജ്വാല അഗ്നി പടർന്നു പൊന്തുന്നു. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. അപ്പൊ ഇത് ആ ഒരു നൈസർഗികമായ ജീവിത സ്ഥിതിഗതികളെ കലാബോധത്തോടു കൂടി അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ സിനിമയിൽ എത്രയോ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. നിരവധി പാട്ട്. ഇപ്പോഴും പഴയ ഒരു ഹിന്ദി പിക്ചറിലെ പാട്ട് കേൾക്കാൻ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമ കാണുക എന്നതിന്റെ മലയാളം വേറൊരു സിനിമയൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ആ പാട്ട് പഠിച്ചത് ഇന്നും ഞാനാകും കുളിർക്കാറ്റായി തേൻ മൃദുവാക്കായും. അതിന്റെ നേരെ മലയാളം ഡബ്ബയാണ്. മലയാളം അത് അന്ന് അങ്ങനെയാണ്. ഹിന്ദി സിനിമ വന്നാൽ അപ്പൊ മലയാളത്തിലാക്കി ശശിധരൻ എന്ന പേരിൽ ഉടനെ ആ പാട്ട് അതുപോലെ ആ രീതി, ആ ഭാഷ, അതിന്റെ അർത്ഥം മുഴുവനായിട്ട് അങ്ങനെയാണ്. HEW ലോങ് ഫിലോന്റെ ടെൽ മീ നോട്ട് ദ മോർഫുൾ നമ്പർ ലൈഫ് ഈസ് നോട്ട് ആൻ എംപ്റ്റി ട്രീ. അഴുതോതുക വേണ്ട ജീവകാലം പഴുതയുള്ള കിനാവിതെന്നി വർണ്ണം. ആരും കുഞ്ഞുകുട്ടൻ നമ്പരാണ്. അതാണ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അത് കേട്ടങ്ങനെ ഇരിക്കും ഹിന്ദി സിനിമ. അതുപോലെയാണ് കവിതകൾ എന്നാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. അപ്പോ ഇതിൽ 53 കവിതകളും നന്നായി. നല്ല കവിതകൾ, നല്ല ഒരു അപ്രോച്ച് നടത്തി. കേൾക്കുന്ന വായിക്കുന്നവർക്കും ഒരു സന്തോഷം. പക്ഷേ 2 എന്നെ വല്ലാതെ ആകർഷിച്ചു. അത് ഞാൻ പോരുമ്പോ ഇതിങ്ങനെ കുറിച്ച് നോക്കി. ഇന്ന് രാവിലെ തന്നാണ്. എനിക്ക് വേറെ പണികളോ നോക്കാൻ പറ്റിയില്ല. ഉച്ചക്കത്ത് ഇങ്ങനെ വായിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് വളരെ കൂടുതൽ നന്നായിട്ടുണ്ടല്ലോ. ചക്ക പൊട്ട പ്ലാവൊരെണ്ണം പറമ്പിൽ നിൽപ്പുണ്ട് വെട്ടണം 10 നാൾ പോയാൽ. ചക്ക പൊട്ടാത്ത ഒരു പ്ലാവുണ്ട്, 10 ദിവസം കഴിഞ്ഞാൽ അത് വെട്ടണം. ആര്? കൃഷിക്കാരൻ പറയണം. കഷ്ടമി പ്ലാവിന്റെ തേൻപഴം പോക്കി ചൊട്ടേറെ കാലം ഞാൻ വ്യക്തമായി പോക്കി. നിന്റെ തേൻപഴം കിട്ടും വിചാരിച്ചു ഒരുപാട് കാലം ഞാൻ എന്റെ ജീവിതം നഷ്ടപ്പെടുത്തി പോയി. മൂത്ത തടി അറുത്ത ആശാരി
ആശാരിമാരാൽ മേശയരമാരെ തീർക്കാൻ വെടുപ്പായി. പിന്നെ അവരുടെ മനസ്സിൽ പ്ലാൻ വരിക, ആ മൂത്ത തടി മുമ്പിലുണ്ട്, അത് ആശാരിമാരെ കൊണ്ട് മുറിപ്പിച്ച് മേശയും കസാരയും ഒക്കെ ഉണ്ടാക്കാം. ഏറ്റവും ചെറു കൊമ്പ് ചുള്ളികളെല്ലാം മാറ്റാം, വിറകാക്കി അട്ടത്ത് വെക്കാം. ചുള്ളികളൊക്കെ മുറിച്ച് കൊമ്പാക്കി അട്ടത്ത് വെക്കാം. ഇയാളെ മനസ്സിൽ പോകുന്ന സൂപ്പുകൾ ആണിനും വയ്യനും നൽകാം, ബാക്കി വന്നാൽ തെങ്ങിൻ ചോട്ടിലേക്കിടാം. ഏതാണ്ട് മാവിന്റെ പിലാവിന്റെ എല്ലാം ആയി കഴിഞ്ഞു. നുറുങ്ങുകൾ ചാരമായി നീട്ടാം. കർഷകൻ തൻ മനോരാജ്യങ്ങൾ കേട്ടാൽ ആ ചക്കരപ്ലാവിന് നെഞ്ചിടി പൊട്ടി. ആ ചക്കര പിലാവ് ഈ കൃഷിക്കാരന്റെ ആ പ്ലാനിങ് ഒക്കെ അങ്ങനെ കേട്ടപ്പോൾ ആളെ നെഞ്ചിന് ഇടിപൊട്ടിപ്പോയി. 10 നാളായി ആയില്ല, രമണി കെട്ടും മട്ടിലേറെ കുഞ്ഞു ചക്കകൾ കൊട്ടി. 10 ദിവസം ആ നെഞ്ചിടിന്റെ അടിയിൽ ഈ ചക്കകൾ കൊട്ടി. അതിനപ്പോ ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട്, കുട്ടികളില്ല എന്ന് വരുമ്പോ ഭാര്യനൊന്ന് മാറ്റണം എന്ന് ആലോചിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ആലോചന, ചെറിയ ചിന്ത, അത് സംഭാഷണം നടത്തി ഇടക്കൊന്ന് പൊട്ടിക്കുക. അങ്ങനെ വരുമ്പോ ആ കുട്ടികളില്ലാത്ത ഭാര്യയുടെ ഹൃദയത്തിൽ ഇടുത്തിയെ പൊട്ടുക. അപ്പോഴാണ് ഒറ്റ നെഞ്ചുരുകിയുള്ള പ്രവർത്തന. അപ്പോഴാ 2 മാസം. ഇതാണ് ഈ കവിതന്റെ ഇതിവൃത്തം. ഇത് ഞാൻ പറഞ്ഞപ്പോ ഒന്നേ നല്ല കവിത കാണുന്നുള്ളല്ലോ, വേറെയൊക്കെ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യ ചെറിയൊരു ഭാവന ഉണ്ട് എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. 51ാമത്തെ കവിത. അത് ഈ നിങ്ങളൊക്കെ കുടുംബസമേതമായതുകൊണ്ട് ഞാൻ ഇവിടെ വായിക്കുന്നില്ല. കുട്ടികളും കൂടി ഉണ്ട് ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ വായിക്കണം. ഞാനിപ്പോ വായിക്കുന്നില്ല. വേദനയുടെ മാറ്റം എന്നാണ് എന്റെ കെട്ടിന്. അതിന് കുറച്ചൊരു കല കൂടുതലുണ്ട്. കെട്ടിലൊക്കെ കല ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ദേശൊരു കല കൂടുതലും. ഞാനത് പഠനം നടത്തും. അപ്പൊ ആ കവിത 51ാമത്തേത് ഞാൻ മാറ്റിയത് അതുകൊണ്ടാണ്. ഒടുക്കം വായിച്ചാൽ അത് വായിക്കണ്ട, അത് വായിക്കില്ല. അതല്ല ഞാൻ പറഞ്ഞത്. പുരുഷന്മാരും സ്ത്രീകളും മാത്രമായിരുന്നെങ്കിൽ ഞാൻ വായിക്കും, കുട്ടികളും കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. വേദനയുടെ മാറ്റം ഉണ്ടായ വേദന അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മൂമ്മ പറയാണ്, മോനെ അവിടെയല്ല മോളെ വേദന, വേറെ സ്ഥലത്താണ്. ഇതാണ് അതിന്റെ ഇതിവൃത്തം. അപ്പൊ അതിലും കരയുണ്ട് എന്നാണ് എന്റെ ഒരു തോന്നൽ. അതുകൊണ്ട് മൊത്തത്തിൽ തരക്കില്ല. നല്ല കവിതയാണ്. ഞാൻ വെള്ളപ്പിങ്ങനെ പറ്റിയൊരു 5-8 മാസമായിട്ടുള്ള പ്രസംഗ തൊഴിലാളി യൂണിയന്റെ ഒരു നേതാവാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളതും സമ്മേളനപ്പാടായിട്ട് പറഞ്ഞ് ക്ഷീണിച്ചിട്ടുള്ളതുകൊണ്ട് വല്ലാതെ പറയുന്നില്ല. ഇത്രയും കേട്ടതിന് നന്ദി. അധ്യക്ഷ പ്രസിഡന്റിനായി ടൂൺ ആർട്സ് ഇന്ത്യയുടെ രക്ഷാധികാരിയും ഡൽഹിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറഞ്ഞ സാന്നിധ്യവുമായ ശ്രീ കെ മാധവൻ നായർ. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനീയരായ ശ്രീ ഹംസ ജയകുമാർ, ഹംസ അജിത് കുമാർ, എൻ്റെ സ്നേഹിതന്മാരായ മറ്റ് ഇവിടെ വന്നിട്ടുള്ള പ്രധാന അതിഥികളായ അരൂർ നാരായണൻ, ജസ്റ്റിസ് സുകുമാരൻ സാർ, മറ്റ് എല്ലാ വ്യക്തികളും നമസ്കാരം. ടൂൺ ആർട്ട് ഇന്ത്യ കേരളത്തിലാണ് അതിൻ്റെ പ്രധാന സംവിധാനം തുടങ്ങിയത്. കേരളത്തിൽ നിന്നും ഇത്ര ദൂരം ഡൽഹിയിൽ വന്ന് അതിൻ്റെ ഒരു സ്ഥാനം ഇവിടെ പതിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ടൂൺ ഇന്ത്യയുടെ ഉദ്ദേശം തന്നെ, ടൂൺ ആർട്ട് ഇന്ത്യയുടെ ഉദ്ദേശം തന്നെ ഈ മുതിർന്നു വരുന്ന താഴെ നിന്ന് വരുന്ന ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന ഏതു വിധത്തിലുള്ള സഹായങ്ങളെയും ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനമായ ഉദ്ദേശം. ആദ്യമായി ചെയ്തത് വരയിലെ നയനാർ എന്ന ഒരു പുസ്തക പ്രസിദ്ധീകരണമാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതേമാതിരി ഇനിയും പല ഇതുകളും, അതായത് ഈ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ കലയെ മറ്റുള്ളവരും മനസ്സിലാക്കി കൊടുക്കുക,
അത് ജനങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക? അപ്പൊ നമ്മൾക്ക് അതിനെപ്പറ്റി പറഞ്ഞ ജനങ്ങളുടെ പ്രതികരണം അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് എന്തെല്ലാം അവരുടെ വളർച്ചയ്ക്ക് നമുക്ക് സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇന്നിപ്പോ കേരള ക്ലബ്ബ് ചെയ്യുന്ന പ്രധാന ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച സാഹിത്യ സഖ്യം, അവിടെ പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യകാരന്മാരും വരും, അതിനെപ്പറ്റി ചിന്തിക്കും, അവരതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അതേമാതിരിയുള്ള ഒരു വേദി ഇന്ന് ഡൽഹിയിൽ നമ്മൾ കാണാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള വേദി അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദി എടുക്കുക എന്നുള്ളതാണ് ടൂൺ ആർട്ട് ഇന്ത്യയുടെ പ്രധാന പ്രവൃത്തി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത് കൂടി ഇപ്പോ നമ്മുടെ യുവാക്കളായ ഈ ഹംസ, ജനാർദ്ദനൻ, പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അജിത് കുമാർ, അങ്ങനെ പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു വേദി ഒരുക്കി കൊടുക്കണമെന്നുള്ള നമ്മുടെ പ്രധാന ഉദ്ദേശം. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഈ ഡൽഹിയിലുള്ള മലയാളികൾക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. ഈ അവസരം ഇത്രയും നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെ സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും ഞാൻ എൻ്റെ കൃതജ്ഞതയും നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും വീണ്ടും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇന്നിപ്പോ നരേന്ദ്രനെ പറ്റി പറഞ്ഞാൽ മിസ്റ്റർ നരേന്ദ്രൻ വളരെ കാലമായി ഡൽഹിയിലാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. നിങ്ങള് ന്യൂഡൽഹിയിൽ നിന്ന് പത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 8 കൊല്ലം അത് നടത്തി. അതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് നിർത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ പല രീതിയിലും വന്നിട്ട് നല്ലൊരു എഴുത്തുകാരനായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു പത്രം തുടങ്ങുന്നുണ്ട്, മിസ്റ്റർ അജിത് കുമാർ. അദ്ദേഹം ആ പത്രത്തിൽ വലിയ സാഹസമാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഒരു പത്രം ഇവിടെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം 8 വർഷം ഞാൻ പത്രം നടത്തിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അത് ഇനി വേറൊരാൾ ഏറ്റെടുക്കലേ എന്നുള്ള മനപ്രയാസം എപ്പോഴും ഇരിക്കുന്നു. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ മുന്നിൽ വന്നില്ല എങ്കിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ സാധിക്കും? അപ്പൊ അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ആവശ്യക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ടൂൺ ആർട്ട് ഇന്ത്യയുടെ പ്രഥമ കാര്യം. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു. അടുത്തതായി ഈ കവിതാ സമാഹാരത്തിലെ സ്വന്തം കവിത ആരംഭിക്കുന്നു കുമാരി ആശാജിത്ത്. അന്ന് കണ്ണൻ ഗോക്കളെ മേച്ചു നടന്ന മനോഹരമായ കാളിന്തി തീരം, ഗോകുല ബാലകർ പന്തു തട്ടിക്കളിച്ച പവിത്രമായ കാളിന്തി തീരം, ദുഷ്ടകാളിയന്മേൽ കണ്ണൻ നർത്തനമാടിയ സൗഭാഗ്യയായ കാളിന്തി. അന്ന് കണ്ണൻ ഗോക്കളെ മേച്ചു നടന്ന മനോഹരമായ കാളിന്തി തീരം. ഇന്ന് സൗരഭ്യയും കുലീനയും സന്തുഷ്ടയുമായി മനസ്സിലേറ്റിയ കാളിന്തിയെ കണ്ണിറയെ കാണാനെത്തിയ എന്റെ പ്രതീക്ഷകളിൽ നൊമ്പരങ്ങൾ തീർക്കുന്നു കാളിന്തി. അഴുക്കുകളിൽ വിഴുപ്പുകളിൽ മുഷിഞ്ഞു നാറി മലിനമായ കാളിന്തി, ദുർഗന്ധത്തിന് അസഹ്യതയിൽ കുണ്ഠിതപ്പെട്ടിടുന്ന വികൃതയായ കാളിന്തി, മലിനീകരണത്താൽ മലീമസയായി കരയുന്ന ദുർബലയായ കാളിന്തി, വിരൂപയായ ക്ഷീണിതയായ കാളിന്തിയെ കണ്ടെന്നിട നെഞ്ചു പിടയുന്നു, ഉള്ളകം വിങ്ങുന്നു. മനം നൊന്തി തീരം വെടിഞ്ഞ് ഞാൻ വിട ചൊല്ലിപ്പിരിയുന്നു. മനം നൊന്തി തീരം വെടിഞ്ഞ് ഞാൻ വിട ചൊല്ലിപ്പിരിയുന്നു.
ആശംസാ പ്രസംഗത്തിനായി യുവ സാഹിത്യകാരൻ ശ്രീ ടി.ആർ. അജിത് കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ പാതുവെട്ട ശ്രീ യുവ കെ ഹംസ സാർ, ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഡൽഹിയിലെ ഒരുപറ്റം ചെറുപ്പക്കാരുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള സ്വപ്നത്തിൻ്റെ ഒരു പരിസമാപ്തി എന്നോ അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ തുടക്കമെന്നോ രണ്ടു തരത്തിലും പറയാവുന്ന ഒരു മുഹൂർത്തമാണ്. ശ്രീ നസീർ സീനാലയം എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ട കാലം തൊട്ട് കൊണ്ടു നടക്കുന്ന സ്വപ്നമാണ്. ഒരു കാസറ്റ് അല്ലെങ്കിൽ CD ഒക്കെ ഇറക്കുക എന്നുള്ളത്. ഇത് പലതരത്തിൽ ആലോചിക്കുകയും ധാരാളം പാട്ടുകൾ, എനിക്ക് തോന്നുന്നു 100-ലേറെ ഗാനങ്ങൾ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയായാലും മറ്റ് തരത്തിലുള്ള ഭക്തി ഗാനങ്ങളുണ്ട്. ഇത് അതിന് പുറമെ ഓണ പാട്ടുകളുണ്ട്, മാപ്പിള പാട്ടുകളുണ്ട്. അങ്ങനെ ഗാനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ കൈകൊണ്ടു. ശ്രീ കൊട്ടാരത്തിൽ നരേന്ദ്രൻ, അദ്ദേഹം ശരിക്കും നർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് സാധാരണ കവിത എഴുതുന്ന വ്യക്തിയാണ്. പക്ഷെ നന്നായിട്ട് ഇത്തരം ഗാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര്, എനിക്ക് തോന്നുന്നത് ദിനേശ്, ഒരുപാട് ആൾക്കാർ അത്തരത്തില് ചെറുപ്പക്കാരുണ്ട്. പക്ഷെ വേണ്ട തരത്തിലുള്ള ഒരു വേദി കിട്ടാത്തതിന്റെ ദുഃഖം കൊണ്ട് ഇങ്ങനെ എല്ലാം ഉള്ളിലടക്കി നിൽക്കുന്ന മലയാളികളായ സുഹൃത്തുക്കളെന്ന് വേണ്ടി പറയാം. ഇതൊരു വലിയ സംരംഭമാണ്. എനിക്ക് ഈ സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറയുന്നത് മിസസ് ആൻഡ് മിസ്റ്റർ മേനോൻ, കൊട്ടാരത്തിൽ നരേന്ദ്രൻ, നസീർ സീനാലയം, സംഗീത സംവിധായകൻ ശ്രീ അർജുനൻ കിഴക്കനെയാണ്. ഇത്രയും പേര് ഒന്ന് മുമ്പോട്ട് വന്നാൽ കൊള്ളാമെന്ന് ഞാൻ പറയാം. കാരണം പരിചയപ്പെടാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയാണ്. മോള് പാടിയ കുട്ടിയുണ്ടല്ലോ, അപർണയെ കൂടെ മുന്നോട്ട് പോകാം. ഇതിനകത്ത് സാമ്പത്തികം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത്തരം ഒരു കാര്യത്തിന് മുന്നിട്ട് തന്റെ ഇടത്തോടെ ഇറങ്ങി വന്ന് നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ മിസസ് ആൻഡ് മിസ്റ്റർ മേനോൻ, ഇതിൽ എത്ര അഭ്യർത്ഥിച്ചാലും മതിയാകില്ലെന്നുള്ളതാണ്. കാരണം സ്വപ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില നല്ല മനസ്സുകൾ മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. സംഗീതം മനസ്സ് നിറയെ സംഗീതം കൊണ്ടു നടക്കുന്നവർ, മനസ്സ് നിറയെ പാട്ടുകൾ കൊണ്ടു നടക്കുന്നവർ. പക്ഷെ ഇതെല്ലാം നമ്മൾ ഒരു CD-യോ കാസറ്റോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സഹായം, ഇത് വരും കാലത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മളെല്ലാം കൂടി സഹായിച്ചെങ്കിലേ പറ്റുള്ളൂ. പരമാവധി ഈ കാസറ്റുകളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഡൽഹിയിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു ശക്തമായ പ്രേരണ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഞാൻ ഈ ടീമിന്, അതിനോടൊപ്പം ഇതിന്റെ കൂടെ പ്രവർത്തിച്ച ധാരാളം പേരുണ്ട്, പേര് എടുത്ത് പറയാൻ പറ്റാത്ത ധാരാളം പേരുണ്ട്. മുഴുവൻ പേർക്ക് നന്ദി രേഖപ്പെടുത്തുകൂടെ ചെയ്യാണ് ഈ സമയത്ത് ഞാൻ. പിന്നെ മറ്റൊന്ന് കാവ്യനിലാവ്. ഈ കാവ്യനിലാവിന്റെ പിന്നിലും ശ്രീ നസീർ സീനാലയമാണ്. അദ്ദേഹത്തിന് ചില പ്രത്യേക തരത്തിലുള്ള ആശയങ്ങൾ വരുന്ന വ്യക്തിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, വളരെ ചെറിയ കവിതകൾ 5ഉം 10ഉം പേരുടെ നിന്നല്ല, 51 പേരുടെ കയ്യിൽ നിന്ന്, അത് ഇവിടെയുള്ളവര്, ഡൽഹിയിലുള്ളവര്, നാട്ടിലുള്ളവര്, എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, പിന്നെ വിദേശത്തു നിന്ന് റിയാദ്, ദുബൈയിൽ നിന്ന് വരെയുള്ള ചെറിയ ചെറിയ കവിതകൾ. അപ്പൊ ഇത്തരത്തിൽ ഈ കവിതകളെല്ലാം ശേഖരിച്ച് അതൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ മറുനാടൻ മലയാളികൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആശംസിക്കാനുള്ളത്. വരും കാലങ്ങളിലും ഈ ടീമിന് നമ്മുടെ ട്യൂൺ ആർട്സ് ഇന്ത്യയുടെയും സുധീർനാഥിന്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി തന്നെ വരും കാലങ്ങളിൽ
കുറച്ചുകൂടെ മികച്ച അനേകം സംരംഭങ്ങൾ നടത്താനുള്ള മുഴുവൻ പ്രേരണയും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. കൊട്ടാരത്തിൽ നരേന്ദ്രനെ രണ്ടു വാക്ക് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട അഗൂർ സാറ്, നായരന്, ജയകുമാർ സാറ്, പിന്നെ ഇവിടെ സംഗീതരായിരിക്കുന്ന ഞാൻ സുഹൃത്തുക്കള് ജസ്റ്റിസ് കുമാർ സാറ്, ഈ പ്രസംഗിക്കാൻ അറിയില്ല. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു ഈ ഞാൻ തമാശ പറയുന്ന ആളാണ്. എന്തും തമാശയായിട്ട് കാണുക, എത്ര വലിയ മനപ്രയാസവും ഒരു നല്ല ചിരിയായിട്ട് വളർത്തിയെടുത്ത് സഞ്ചരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചൈതന്യധന്യമായ മുഹൂർത്തം ഏതായിരുന്നു ചോദിച്ചാൽ ആഗ്രഹിച്ചത് നടന്നത്. പറയാം, എൻ്റെ ഭാര്യ പറയുന്ന ഒരു മോനുണ്ടാകണം, എന്നാൽ നടക്കത്തില്ല, മോളായിരിക്കും അതിട്ട്. അതങ്ങനെ നമ്മുടെ ആയി അത് ഞാൻ കവിതയിൽ പേര് കൊടുക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അവിടെ ജനിച്ചപ്പോഴുണ്ടായ സന്തോഷം. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കവിത ചൊല്ലുന്ന 1976 കേരള ക്ലബ്. അന്ന് വീരാണക്കുറിപ്പേട്ടന്, അഗൂർ സാറ്, യുവർ പരമേശ്വരന്, ഡോക്ടർ OM അനുജൻ, അന്ന് ആരുടെ കവിത റിലീസ് ചെയ്താലും ചൊല്ലാൻ തരുവാൻ എന്നെ വിളിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ ചൊല്ലുമായിരുന്നു. ശബ്ദം നല്ലതായിരുന്നു, എൻ്റെ കയ്യിൽ കൂടെ ശബ്ദം പോയതാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പുണ്യാഹമന്ത്രം ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധം ഗുരു. ഭാരതത്തിലെ പവിത്രമായ കൈയുള്ള ഒരു മനുഷ്യനാണ് പോയത്. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ജന്മപുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, തികച്ചും യാദൃശ്യമായിട്ടാണ് നസറിൻ്റെ അടുത്ത് പറഞ്ഞൊരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ പാട്ട് എഴുതാറില്ല. അല്ല, ഒരു പാട്ട് എഴുതണം. നമ്മൾ അങ്ങനെ അഭ്യാസമായിക്കോട്ടെ, പാരടി എഴുതാറുണ്ടെങ്കിൽ പിന്നെ പാട്ട് എഴുതിയത്. ഗുരുദേവനെ പറ്റി ഞാൻ ഒരു വർഷമായിട്ട് കുറെ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഒരു പുസ്തകം ഇറക്കി, അതിൻ്റെ 2ാം പതിപ്പ് ഇവിടെ വെച്ച് ഈ വരുന്ന 9-ാം തീയതി പ്രകാശനം ചെയ്യുന്നു. സംഘാടകർ മലയാളി പത്രത്തിൻ്റെ അടിത്തമൊക്കെയാണ്. ഇവിടെയുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. 9-ാം തീയതി വൈകുന്നേരം ഇതേ ഹാളിൽ വെച്ച് ഒരു ചെറിയ ചടങ്ങ്. പറയാൻ വന്ന ഗുരുദേവനെ പറ്റി എഴുതത്, എനിക്ക് ഗുരുദേവനെ ഇഷ്ടം ഈ ജാതി ചോദിക്കരുത്, പറയരുത് എന്ന് ഗുരുദേവൻ പറയും. നമ്മൾ മലയാളികൾ അത് വലിയ ഐഫൺ ഇട്ടു, ആനുകൂല്യങ്ങൾക്കല്ലാതെ. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ് ഇതുപോലുള്ള കാസറ്റുകളും പുസ്തക പ്രകാശനങ്ങളും എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നസീർ സിംഗാലയം, നായകേട്ടന്, അജിത് കുമാർ, എല്ലാവരും ഇതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് ശിക്ഷീകരണങ്ങളുള്ള ഒരു അന്യനായ വ്യക്തിത്വമാണ് ഡോക്ടർ അഗൂർ നാരായണൻ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു നിർത്തുന്നു. നമസ്കാരം. നന്ദി രേഖപ്പെടുത്താനായി ശ്രീ SAC നാരായണൻ. വെറും പൂജ്യമായ ഞാൻ പൂജ്യരായ അഭിവന്ദ്യരായ ഈ ഗുരുക്കന്മാർക്കിടയിൽ, എൻ്റെ സഹോദരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ സുഖം, ആനന്ദം, ഡൽഹിയിൽ 25 വർഷം ജീവിച്ചതിൻ്റെ ആത്മനിർവൃതി. സഹോദരങ്ങളെ എന്ന് ഞാൻ സംബോധന ചെയ്യുന്നത് ഗുരുദേവനെ കുറിച്ചും ഗുരു സ്നേഹത്തെക്കുറിച്ചും പറയാൻ തുടങ്ങുമ്പോൾ മറ്റെന്താണ് പറയേണ്ടത്? എല്ലാം സഹോദരങ്ങളാണ് എന്നറിയാം. നമുക്കിന്ന് നഷ്ടപ്പെടുന്നത് സ്നേഹമാണ്. നാം തേടേണ്ടതും നേടേണ്ടതും സ്നേഹമാണ് എന്ന് മാത്രമാണ് ഞാൻ ഇതുകൊണ്ടും സ്നേഹസംഘം കൊണ്ടും ഉദ്ദേശിച്ചത്. സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് സ്നേഹമാണ്. 25 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചതും അതൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഒരു സുഖമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. നന്ദി നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത്? ഈ ചിന്ത എന്നിലേക്ക് പകർന്ന ആ ഗുരുദേവ സ്മൃതിയും തുടക്കത്തിൽ എന്നെ സഹായിച്ച
ജനാർദ്ദൻ മാഷ്, സംവിധാനം സ്വാമിജി എന്ന് നമ്മൾ ബഹുമാനത്തോടെ വിളിക്കുന്നു, വരികൾ എഴുതി അത് പ്രകാശനം ചെയ്യാൻ തയ്യാറായ മിസ്റ്റർ ആൻഡ് മിസസ് മേനോൻ, കൊട്ടാരം, നല്ലൊരു അവതാരിക എഴുതി കാവ്യനിലാവിനെ മനോഹരമാക്കിയ ഡോക്ടർ റോൾ നാരായണൻ സാർ, എൻ്റെ സ്നേഹിതനും ഉപദേശകനുമായ അജിത് സാർ, ഈ സദസ്സ് ധന്യമാക്കിയ ജയകുമാർ സാർ, ടി കെ ഹംസ സാർ, ശ്രീ മാധവൻ നായർ സാർ, ബാക്കി എൻ്റെ സഹോദരങ്ങളായ നിങ്ങളെല്ലാം, ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടത്? വെറുതെ എല്ലാവരും പറയുന്ന ഒരു ഫോർമാറ്റിൽ എല്ലാവർക്കും നന്ദി എന്ന് പറയുന്നതിലല്ല, ആത്മാർത്ഥമായ നന്ദി. കാരണം ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കി നിങ്ങളെല്ലാവരെയും, ഈ പാട്ട് ഇവിടെ നിന്ന് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ സിസ്റ്റത്തിന് ഉള്ളത് കൊണ്ടാണ് കഴിയാറുള്ളത്. വളരെ മനോഹരമായി ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. 3-4 മാസം വളരെ നല്ല സ്ട്രഗിൾ ചെയ്താണ് അത് ചെയ്തത്. ഒരിടത്ത് പറയേണ്ട കാര്യം, ഇത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ഈ നിൽക്കുന്ന നിമിഷം വരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയങ്ങളാണ് ഞങ്ങൾക്കുണ്ടായത്. പ്രതീക്ഷിക്കാത്ത വിജയങ്ങളാണ്. MG ശ്രീകുമാർ പാടാൻ തയ്യാറായി ഇങ്ങോട്ട് വന്നത് വരെ എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയമാണ് ഉണ്ടായത്. അതാണ് ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിച്ച ആ സന്ദർഭം. അതുവരെ എല്ലാവർക്കും നന്ദി. അത്രമാത്രം പറയുകയാണ്. കാവ്യനിലാവ് എഴുതിയ ഒരുപാട് ആളുകൾ പുറത്തുനിന്നും എഴുതിയിട്ടുണ്ട്. അവർക്കും ഗീത ടീച്ചറെ പോലെ നമ്മളെ വളരെ സഹായിച്ച കുറെ പേരുണ്ട്. എടുത്തു പറയാൻ പറ്റില്ല, അത്രയും ആളുകളുണ്ട്. എല്ലാവരും നമുക്ക് ബന്ധപ്പെട്ടവരാണ്. ആരും എനിക്ക് ശത്രുക്കളില്ല. അതാണ് എൻ്റെ ഒരു വിജയം. അതുകൊണ്ട് സന്തോഷമാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിടുവാങ്ങുന്നു. നമസ്കാരം. ഗീതങ്ങൾ കേട്ടൻ കുരുന്നേ മയങ്ങിൻ മടിയിൽ ഗുരുദേവ ഗീതങ്ങൾ കേട്ടൻ സ്നേഹ